നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വരാൻ പോകുന്ന ഇന്റർനാഷണൽ യോഗ ഡേ ജൂൺ 21, അന്ന് ഹാർട്ട്ഫുൾനെസ് ഒരുപാട് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ യോഗ എന്താണ് എന്ന് മനസ്സിലാക്കാനും റെഗുലറായിട്ടുള്ള സാധന ചെയ്യാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും ആ ദിവസം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന സീരീസിൽ ലിവിങ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലക്ഷ്യമായി ജീവിക്കുക. ആഹാരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ വായയിലൂടെ കഴിക്കുന്ന ഭക്ഷണം, അതിനാണ് നമ്മൾ ആഹാരം എന്ന് പറയുന്നത് സാധാരണ. പക്ഷേ യോഗം സൂത്രം എടുത്തു കഴിഞ്ഞാൽ പ്രത്യാഹാരം എന്നൊരു പദം കേൾക്കാം. ഇന്ദ്രിയങ്ങളെ മുഴുവൻ റെഗുലേറ്റ് ചെയ്യലാണ് പ്രത്യാഹാരം. ആഹാരം എന്ന് പറയുന്നത് ഭക്ഷണം മാത്രം എന്നുള്ളത് ഒരു വളരെ ഗ്രോസ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതുകൂടാണ്ട് മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, അതും നമ്മളെ എവല്യൂഷൻ വളരെ വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തെക്കാളും പ്രധാനമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വ്യക്തിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് അയാളുടെ ഭക്ഷണത്തിനോടുള്ള ടേസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരാൾക്ക് ഫാസ്റ്റ് ഫുഡിനോട് ഇഷ്ടം, പഴകിയ ഭക്ഷണത്തിനോട് ഇഷ്ടം, ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വരുത്തിയ ഭക്ഷണം, അതിൻ്റെ ക്വാളിറ്റി നമുക്കറിയില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ കാരണം എന്താണ് അങ്ങനെ ചെയ്യാറുണ്ട്? ഒരു പ്രധാന കാരണം അലസതയാണ്, മടിയാണ്. എന്തിനാ ബുദ്ധിമുട്ടുന്നത്? പഴയതുണ്ടല്ലോ, എവിടെയും വരുത്തിയാൽ മതിയല്ലോ, ഫാസ്റ്റ് ഫുഡ് പെട്ടെന്ന് കഴിക്കുക. അപ്പോൾ അലസത അയാളുടെ സ്വഭാവമാണ്. അതിനാണ് താമസികം എന്ന് പറയും, താമസ ഗുണം. അപ്പൊ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി താമസിക ഗുണത്തിൽ ആണ് എസ്റ്റാബ്ലിഷ് ആയിട്ടിരിക്കുന്നത്. ചില സമയത്ത് താമസിക ഗുണം പ്രത്യക്ഷപ്പെടാം,
ചില സമയത്ത് രാജസികം, ചില സമയത്ത് സാത്വികം, ഇത് മാറി മാറി വരാം. പക്ഷെ ഏതാണ് കൂടുതൽ നമ്മൾ കാണിക്കുന്നത്, അത് നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെ കാണിക്കുന്നു. അതായത് നമ്മൾ ഇന്ദ്രിയ തലത്തിൽ മാത്രം ജീവിക്കുന്നു. രാജസിക തലത്തിലുള്ള ആൾക്കാരോ, അവർ എനർജി ഉണ്ടാക്കുന്ന ഫുഡുകൾ, ശരീരത്തിന്റെ ആരോഗ്യത്തിനുണ്ടാവുന്ന ശക്തി ഉണ്ടാവാനുള്ള ഫുഡ്, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഓടാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ, എക്സൽ ചെയ്യാൻ പല പോഷകാംശമുള്ള ഭക്ഷണത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ആനബോളിക് സ്റ്റീറോയിഡ്സ് ഒക്കെ കിട്ടും ശരീരം ഡെവലപ്പ് ചെയ്യാനായിട്ട്. ശരീരത്തെ മാത്രം ശ്രദ്ധിക്കുന്നു. ഫിസിക്കൽ ഡെവലപ്മെന്റ്, അതുമാതിരി ബുദ്ധിശക്തി ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ രാജസികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ഒബ്ജക്റ്റീവ് യൂണിവേഴ്സിൽ എക്സൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, ആ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, നമ്മൾ അതിന്റെ നറിഷ്മെന്റിൽ മാത്രം നോക്കുന്നു. ന്യൂട്രീഷണൽ വാല്യൂ, അത് എവിടെ നിന്ന് കഴിക്കുന്നു, ആരുണ്ടാക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സാത്വിക ക്വാളിറ്റി ഉള്ള ആൾക്കാരോ, കഴിക്കുന്ന ഭക്ഷണം വളരെ ലളിതമായിരിക്കും. ശരീരത്തിന്റെ മെയിൻ്റനൻസിന് ആവശ്യമുള്ള ഭക്ഷണം. ഒരുപാട് ശരീരം ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമില്ല. സഹജമാർഗത്തിന്റെ മാസ്റ്റർ ചാരിജി മഹാരാജ് പറയാനുണ്ടായിരുന്നു, നിങ്ങളുടെ ഫിസിക് അത്രയും ഉണ്ടാവണം, നടക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റണം. നിങ്ങൾ എല്ലാവർക്കും ഒളിമ്പിക്കിൽ ഗോൾഡ് മെഡൽ കിട്ടണമെന്നില്ല. അതുപോലെ കാഴ്ചശക്തി നമുക്ക് വേണം, പക്ഷെ കഴുകന്റെ കാഴ്ചശക്തി എന്തായാലും വരില്ല. അപ്പോൾ ആ തരത്തില് ശരീരത്തിന് ആരോഗ്യം വേണ്ട രീതിയിൽ നിലനിർത്തുക. മെഡിറ്റേഷന് സഹായകരമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം. ഒരുപാട് ഭക്ഷണത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ ഓർഗാനിക് ഫുഡ്സ്, നേച്ചർ ഫുഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ നടക്കുന്നത്, അത് സ്പിരിച്വാലിറ്റി എന്ന് വിചാരിക്കും. അത് ഒരു തരത്തിൽ അറ്റാച്ച്മെന്റ് ആണ്, ഭക്ഷണത്തിനോടുള്ള അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ്. എന്ത് അറ്റാച്ച്മെന്റും നമ്മുടെ പ്രോഗ്രസിന്, മനസ്സിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി മാറും. അപ്പൊ നമുക്ക് അറ്റാച്ച്മെന്റ്, ഒരു അറ്റാച്ച്മെന്റ് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലുള്ള മാസ്റ്ററോടുള്ള അറ്റാച്ച്മെന്റ്. അതാണ് ആദ്യമേ പറഞ്ഞത്. അതിനോ നമ്മൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കിയത് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ വരും. ഈ ചർച്ചകൾക്കൊന്നും പ്രാധാന്യമില്ലാണ്ടേ മാറും. സാത്വികനായിട്ട് ആള് സമാധാനമായിരിക്കാൻ, ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ, എല്ലാവരും ഹാർമണിക്ക് വേണ്ടിയിട്ടും ശരീരത്തിന്റെ ബാലൻസിനും മനസ്സിന്റെ ബാലൻസിനും വേണ്ടി കഴിക്കുന്നു. സ്വാദോ അല്ലെങ്കിൽ വെറും പോഷകാംശമോ മാത്രമല്ല നോക്കുന്നത്, അത് നോക്കും തീർച്ചയായിട്ടും. ആവശ്യത്തിന് ലളിതമായിട്ടുള്ള ഭക്ഷണം, ഒരുപാട് കഴിച്ചിട്ട് വയറ് നിറയ്ക്കുക, ആവശ്യത്തിന് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുക, അതൊന്നും സാത്വികനായിട്ടുള്ള ചെയ്യുന്നില്ല. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെ കാണിക്കുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡിസ്കസ് ചെയ്തത്. ആ ഭക്ഷണം പുറമേ ആണെങ്കിലും ശരിക്കും അത് കാണിക്കുന്നത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ മാത്രം മാറ്റം കൊണ്ടുവന്നാൽ പോരാ, ഭക്ഷണ രീതിയിൽ മാത്രം മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സംഭവിക്കാത്ത അതുകൊണ്ടാണ്. കാരണം മെന്റൽ സ്റ്റേറ്റ് ഹാബിറ്റ് വരെ കഴിഞ്ഞിരിക്കുന്നു. ചില ചോറിനോട് വളരെയധികം ആകർഷണം, കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് വല്ലാണ്ട് കഴിക്കുന്നു, വേണ്ടാന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു, എണ്ണ പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു, നല്ലതല്ല എന്നറിയാം പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ റിയലൈസേഷൻ വേണ്ടത് മനസ്സിലാണ്. മനസ്സ് ലക്ഷ്യത്തിലേക്ക് തിരിയുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ശരിക്കും നമ്മുടെ ഈ ഫിസിക്കലായിട്ടുള്ള ഈ അട്രാക്ഷൻസിന്റെ കാരണം ഉള്ളിലാണ്, സൂക്ഷ്മ ശരീരം എന്ന് പറയും. അപ്പൊ നമ്മൾ ക്ലാരിറ്റി കൊണ്ടുവരുന്നത് ഉള്ളിലാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസ്, ലക്ഷ്യം അറിഞ്ഞുകൊണ്ടുള്ള, ഞാൻ ആ ലക്ഷ്യത്തിലേക്ക്, ആ ഏറ്റവും പെർഫെക്ഷനിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ബോധത്തിൽ സാധന ചെയ്യുന്ന ഒരാൾക്ക് ക്രമേണ കൺഫ്യൂഷൻസ് ഇല്ലാണ്ടേ വരും. നമ്മൾ സ്പിരിച്വൽ സാധന, പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന, റെഗുലറായിട്ട് ചെയ്യുന്ന അഭ്യാസികളുടെ ജീവിതം നോക്കിയാൽ അറിയാം, അവർക്ക് ഭക്ഷണത്തിനോടുള്ള ആകർഷണം അത് കുറവായിരിക്കും. ഇഷ്ടപ്പെടില്ല എന്നല്ല, നല്ല ഭക്ഷണം കണ്ടാൽ കഴിക്കും, പക്ഷെ അതിങ്ങനെ മിസ് ചെയ്യില്ല. ഞാനത് മിസ് ചെയ്യുന്നു. നമ്മൾ ഇന്നലെ കഴിച്ച പായസം, അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് കഴിച്ച പഞ്ചാര പായസം, എവിടെയാണ് ഈ ബിരിയാണി ഏറ്റവും നല്ലോണം കിട്ടുക, അത് അന്വേഷിച്ച് പോവുക. അങ്ങനെയുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും ക്രമേണ. നമ്മൾ ടൈം കണ്ടെത്തുന്നത് സ്പിരിച്വൽ പ്രാക്ടീസ്, ഉള്ളിലുള്ള ഡെവലപ്മെന്റ് ആണ് ശ്രദ്ധ തിരിക്കുന്നത്.
ഉള്ളിലെ ഡെവലപ്മെന്റിന് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആകർഷണങ്ങൾ ഇല്ലാണ്ട്. ഇപ്പൊ ആൽക്കഹോളിസത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ശരിക്കുള്ള അഡിക്ഷൻ മനസ്സിലായിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അഡിക്ഷൻ എന്താണ്? സ്പിരിച്വൽ അഡിക്ഷൻ, എന്റെ ഉയർച്ച എന്ന ലക്ഷ്യമാണ്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള അഡിക്ഷന് പോകില്ല. ഊന്നൂടി പിടിച്ച് നടക്കുന്ന പോലെയാണ്. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾ ഉണ്ടെങ്കിൽ ഒരു വടി വേണം. അതുപോലെ മനസ്സിന് ബാലൻസ് ഇല്ലാത്തവർ എന്തെങ്കിലും രീതിയിൽ അഡിക്ഷൻസ് ആവും. ഡ്രഗ്സോ ആൽക്കഹോളോ സിഗരറ്റോ ഭക്ഷണം തന്നെ ഒരു അഡിക്ഷനാണ്. ബുളീമിയ എന്ന് പറയും. മെന്റൽ ടെൻഷനുള്ള ആൾക്കാർ ഭക്ഷണം വല്ലാണ്ട് കഴിച്ച് തടിക്കും. ചില ഭക്ഷണം തീരെ കഴിക്കാണ്ട് അനോറക്സിയ നെർവോസ എന്ന് പറയും. അപ്പോൾ ശരിക്കുള്ള ജീവിത ലക്ഷ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ ഓർഡർ വരും, ഡിസിപ്ലിൻ വരും. നമ്മൾ കാണേണ്ടത് തന്നെ കാണും. അപ്പൊ ആഹാരം എന്ന് പറയുന്നത് മെന്റൽ ഡെവലപ്മെന്റിന് പറ്റുന്ന രീതിയിലാണ്. മനസ്സിലാണ് ശരിക്കും ഈ ആഹാരത്തിന്റെ എഫക്റ്റ് വരുന്നത്. കാരണം ഈ ശരീരം വിട്ടു കഴിഞ്ഞാലും മനസ്സ് അവിടെ ഉണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ ശരീരം അവിടെ ആക്റ്റീവ് അല്ല, പക്ഷെ മനസ്സിൽ എന്തൊക്കെയാ വരുന്നത്? ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ചിലപ്പോൾ നമ്മൾ ചളിവെള്ളത്തിലേക്ക് ഓടിപ്പോകുന്നു. മനസ്സ് അതിന്റെ പാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുക. നമ്മുടെ പകൽ സമയത്ത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളും അല്ലെ പൂർത്തീകരിച്ചിട്ട് ശരിയായിട്ട് ചെയ്യാത്ത കാര്യങ്ങളും നമ്മുടെ ആകർഷണങ്ങളും നമ്മുടെ എതിർപ്പുകളും വെറുപ്പുകളും ഒക്കെ സ്വപ്നത്തിൽ ചിലപ്പോൾ പ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അതൊക്കെ കെയർ ചെയ്യണം. നമ്മൾ എന്താണ് ശരിക്കും ഉള്ളില് എന്നുള്ളത് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ കാണുന്നത് ശ്രദ്ധിക്കണം. അതാണ് ആദ്യത്തെ ആഹാരം. കണ്ണുകളെ സൂര്യനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പുരുഷ സൂക്തം എന്നൊരു ശ്ലോകമുണ്ട്. ചെവികളിലൂടെ കേൾക്കുമ്പോൾ ചെവി വായുവിനെ സ്പേസിനെ പ്രതിനിധാനം ചെയ്യുന്നു. സ്പേസ്. അപ്പൊ ശ്രവണം ശ്രദ്ധിക്കുക, എന്താണ് പറയുന്നത് ഫിൽട്ടർ ചെയ്ത് കേൾക്കുക. ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടേസ്റ്റ് ബഡിനെ നമ്മൾ നല്ല രീതിയിൽ നിലനിർത്തണം. കുട്ടിക്കാലത്ത് തന്നെ എല്ലാ രീതിയിലെ ഭക്ഷണവും കഴിച്ച് പഠിക്കണം. ടേസ്റ്റ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഒരു ഭക്ഷണം എങ്ങനെയാണെന്ന്. നമുക്ക് ആ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് കഴിച്ചിരിക്കും. നമ്മൾ കേടുവന്ന ഭക്ഷണം കൊണ്ട് നമ്മുടെ നായയുടെ മുമ്പിൽ വെച്ചാൽ അത് കഴിക്കില്ല, നമ്മളത് കഴിക്കും. ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. നമുക്കത് മനസ്സിലാവില്ല, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവരുടെ ടേസ്റ്റ് ബഡ്സ് വളരെ സ്ട്രോങ് ആണ്, സ്മെല്ല് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ നമ്മുടെ ഈ സെൻസറി ഓർഗൻസ് നല്ല ആക്റ്റീവ് സെൻസിറ്റീവ് ആവണം. എന്തിനാണ്? എൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ശരിക്കുള്ള ക്വാളിറ്റി മനസ്സിലാക്കാൻ തുടങ്ങും. അത് അങ്ങനെയാകുമ്പോൾ മനസ്സിന് ഉപയോഗമല്ല, മനസ്സിന് ഉയർത്തുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. മനസ്സിന് താഴ്ത്തുന്ന തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കില്ല. മനസ്സിന്റെ ചിന്തകൾ അടുത്ത ആഹാരം. നമ്മൾ എന്ത് തരത്തിലുള്ള ചിന്തകളാണ് ചിന്തിക്കേണ്ടത്? ഒരു ചിന്ത മാത്രമേ വരാൻ പാടുള്ളൂ, സ്നേഹത്തിന്റെ ആ പ്രവാഹം. അതാണ് ശരിക്കും ദിവ്യമായിട്ട് ആ തോട്ട്. അതിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ബാക്കിയെല്ലാം സ്വാർത്ഥ ചിന്തകളാണ്. സെൽഫിഷ് ചിന്തകൾ കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് അത് ബാലൻസ് തെറ്റിക്കുന്നു. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് പിടിക്കാതെ ആവും. സ്ട്രെസ് ഉള്ള ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ പിടിക്കില്ല. എന്തൊക്കെ കഴിക്കും എൻ്റെ ശരീരത്തിൽ പിടിക്കുന്നില്ല പറയും. കാരണം സ്ട്രെസ്ഡ് ആണ്, മെന്റൽ സ്ട്രെസ് ആണ്. ബ്രെയിൻ ഡെവലപ്മെന്റ് ആവില്ല, സെൽ ഡെവലപ്മെന്റ് ആവില്ല. ഇതൊക്കെ അറിയുന്ന കാര്യമാണ്. സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ട് ബാബുജി മഹാരാജ് പറയാനുണ്ട്, കൃഷിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കാര് അവര് ഫിസിക്കലി എത്ര എക്സസൈസ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ അവർ മസിൽസ് ഡെവലപ്പ് ചെയ്തില്ല. അവർക്ക് സന്തോഷമില്ല. നേരം വെച്ച് ശരീരം ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരാൾ ജിംനേഷ്യത്തിലാകുമ്പോൾ ശരീരം ഡെവലപ്പ് ചെയ്യുന്നു, അതേ എക്സസൈസ് ചെയ്യുന്നു, പക്ഷെ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. കാരണം അയാൾക്ക് അതിൽ താല്പര്യമുണ്ട്, ആനന്ദമുണ്ട്. അതുപോലെ തന്നെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ആനന്ദത്തോടെ പ്രവർത്തിക്കാൻ മനസ്സിന്റെ ഡെവലപ്മെന്റ് ആവുന്നു. നമുക്ക് ദിവ്യമായിട്ട് ആഹാരം സ്വീകരിക്കാൻ സാധിക്കും. മനസ്സിലുള്ള അനാവശ്യമായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്ന വ്യതിചലനങ്ങൾ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരിക്കുള്ള ഫ്ലോ നമ്മളിലേക്ക് വരും. അപ്പൊ ശരിക്കും അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. സഹജമാർഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ശുദ്ധീകരണത്തിലാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചിന്തകളെ അവഗണിക്കുക, എന്നിട്ട് ഡിവൈൻ ചിന്ത ഒഴുകാൻ അനുവദിക്കുക. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന്റെ രീതിയിൽ സ്നേഹത്തിന്റെ വാക്കുകൾ നമ്മളിലൂടെ വരട്ടെ. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്യൂരിഫൈ ചെയ്യും. അതുപോലെ കാണുമ്പോൾ കാണേണ്ടത് മാത്രം കാണുക, കേൾക്കുമ്പോൾ കേൾക്കേണ്ടത് മാത്രം കേൾക്കുക. എവിടെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമാണ്, ഈശ്വരന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. പുറത്ത് ചിലപ്പോൾ മോശമായിട്ട് തോന്നും, നമുക്ക് അവിടെ ഡിവൈൻ ആയിട്ടുള്ള അനുഭവം മാത്രം ഉണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഡിവൈൻ ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ആഹാരമൊക്കെ ഡിവൈൻ ആയിട്ട് മാറുന്നു, നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസിനെ സഹായിക്കുന്നു. ആഹാരത്തിന്റെ ഈ ഡയമെൻഷനെ കുറിച്ചിട്ടൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യും. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.